അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്കു ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനു കഷ്ടതകളും. ഇപ്പോൾ അവനിവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രാഹം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്കു കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. അബ്രാഹം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. സുവിശേഷ വിചിന്തനം. കർത്താവിൽ നിന്നും ഹൃദയം തിരിക്കുന്നവൻ മനുഷ്യനിൽ നിന്നും ഹൃദയം തിരിക്കുന്നു. അവൻ മരുഭൂമിയിലെ വരണ്ട വിജനമായ ഒരു നിലത്ത് വസിക്കും. ജെറേമിയ പറഞ്ഞ ഇക്കാര്യം സുവിശേഷത്തിലെ ധനവാനിൽ പ്രകടമായി. ദരിദ്രൻ വിശന്നു കിടക്കുമ്പോൾ ധനവാൻ അവനെ അവഗണിക്കുന്നത് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. മേശയ്ക്ക് താഴെ യാചിച്ചു കിടക്കുന്നത് തന്നെ ഏറ്റവും അപകർഷാബോധമുണർത്തുന്നതാണ്. എന്നിട്ടും ഒരല്പം പോലും പങ്കുവയ്ക്കാനുള്ള മനസ്സ് നൽകപ്പെടുന്നില്ലെങ്കിൽ ഒരുവന് ധനവാനായിരിക്കാനുള്ള അർഹതയില്ല. സമ്പത്ത് ശരിയായി വിനിയോഗിക്കണം, പങ്കുവയ്ക്കണം. ലാസർ എന്നാൽ ദൈവസ്നേഹം എന്നർത്ഥം. അശ്രദ്ധ മൂലവും അവഗണന മൂലവും എത്രയോ തവണ നമ്മൾ കൂടെയുള്ള ദൈവസാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തി. സഹോദരങ്ങളെ നമ്മിൽ നിന്ന് അകറ്റി മരുഭൂമിയിലെന്ന പോലെ ഒറ്റപ്പെട്ടു വസിക്കുന്നവരായി. സ്നേഹവും കരുണയും കരുതലും വറ്റിപ്പോകുന്നിടത്താണ് മരുഭൂമി രൂപപ്പെടുന്നത്. നിന്റെ ഹൃദയം മരുഭൂമിയാണോ അതോ പ്രശാന്തമായ ജലാശയമാണോ?